നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നോർവേക്ക് ഉഗ്രൻ ജയം, അതിഗംഭീര വിജയം. ലോകകപ്പിൽ അവർ ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് തോൽപ്പിച്ചു വിട്ടത്. നോർവേക്ക് വേണ്ടി അവരുടെ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ട് ഇരട്ട ഗോൾ നേടി 29ാമത്തെ മിനിറ്റിലും 43ാമത്തെ മിനിറ്റിലും. ഒസ്റ്റിഗാർഡ് 76ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോൾ അടിച്ചു. 96ാമത്തെ മിനിറ്റിൽ, അതായത് സാധാരണ സമയം കഴിഞ്ഞ ഇഞ്ചുറി ടൈമിൽ ഇറാഖിൻ്റെ തന്നെ ഹുസൈൻ സെൽഫ് ഗോൾ അടിച്ചു. അങ്ങനെ 4 ഗോളായി നോർവേ. അതേസമയം ഇറാഖിൻ്റെ ഏക ആശ്വാസ ഗോൾ അടിച്ചത് 39ാമത്തെ മിനിറ്റിൽ ഈ സെൽഫ് ഗോൾ അടിച്ച ഹുസൈൻ തന്നെയാണ്. അതാണ് അതിലെ ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യം. ഈ ഹുസൈൻ തന്നെയാണ് സ്വന്തം പോസ്റ്റിലും ഗോൾ അടിച്ചത്, എതിർ പോസ്റ്റിലും ഗോൾ അടിച്ചത്. എന്തൊരു വൈരുദ്ധ്യമല്ല, ആ മനുഷ്യന് എന്തൊരു വേദനയായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ. സ്വന്തം പോസ്റ്റിലും അടിക്കേണ്ടി വന്നു. ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് സെൽഫ് ഗോൾ അടിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അത് ഭയങ്കരമാണ്. എന്തായാലും 1-4 ഗോളുകൾക്ക് നോർവേ തകർത്തിരിക്കുന്നു. ഇറാഖിനെ നോർവേ തന്നെയാണ് കളിയിൽ മികച്ചു നിന്നത്. സമ്പൂർണ്ണ ആധിപത്യം നോർവേക്കായിരുന്നു. എർലിംഗ് ഹാലണ്ടിനെ പോലെ യൂറോപ്യൻ ലീഗിൽ കളിച്ച് ശീലിച്ച, മാഞ്ചസ്റ്റർ സിറ്റിക്കൊക്കെ വേണ്ടി കളിച്ച് ശീലിച്ച, അത്രയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള എർലിംഗ് ഹാലണ്ടിനെ പോലുള്ള താരങ്ങൾ, സൂപ്പർ താരങ്ങൾ നോർവേ നിരയിൽ ഉണ്ട്. ഹാലണ്ട് ഇരട്ട ഗോൾ അടിച്ചു, 2 ഗോൾ അടിച്ചു. അങ്ങനെ തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. എന്ത് തന്നെയായാലും കളിക്ക് മുമ്പ് തന്നെ നോർവേക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. ആ മുൻതൂക്കം ശരിയാം വിധം ഉപയോഗിക്കുകയും 1-4 ഗോളുകൾക്ക് ഇറാഖിനെ തകർക്കുകയും ചെയ്തിരിക്കുന്നു.